അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സംഭവഗതികൾ രൂക്ഷമായി മാറുന്നു എന്നാണ് അർത്ഥം. അല്ല, അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സിധുവിൻ്റെ ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയതാണ് സിധു ഇപ്പോൾ ചോദിച്ചത്. കാരണം ഒക്ടോബർ 9 പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ കാബൂള്, ഖോസ്റ്റ്, ജലാലാബാദ്, പക്തീർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. തിരിച്ച് അഫ്ഗാനിസ്ഥാൻ വ്യോമാക്രമണം നടത്തി എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാലും ഇത് ഇങ്ങനെ നമ്മൾ കിരാന ഹിൽസിൽ ഇന്ത്യ പാകിസ്ഥാന്റെ ആണവ സ്റ്റോക്ക് പൈൽസിനെ ആക്രമിച്ചു എന്ന് പറയുന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്ത പോലെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തി എന്നുള്ള വാർത്ത ഇപ്പോൾ ഡിഫൻസ് സൈറ്റുകളിൽ പ്രചരിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അഫ്ഗാനിസ്ഥാനിന് കാര്യമായ വ്യോമശേഷിയില്ല. അഫ്ഗാനിസ്ഥാൻ നേരത്തെ സോവിയറ്റ് അനുകൂല രാജ്യമായിരുന്നു. പിന്നീട് അമേരിക്കയുടെ നേതൃത്വത്തിൽ വന്നു. അതെല്ലാം കഴിഞ്ഞ് അമേരിക്ക വിട്ടൊഴിഞ്ഞു പോയതിനു ശേഷം ഏതാണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ വ്യോമശേഷി പൂർണ്ണമായും നശിച്ചിരുന്നു. നേരത്തെ ഏതാനും MiG-21 വിമാനങ്ങളും A-29 സൂപ്പർ ടുക്കാനോ എന്ന് പറയുന്ന വിമാനവും L-31 ആൽബട്രോസ് എന്ന് പറയുന്ന ഇത് രണ്ടും യുദ്ധ പരിശീലന വിമാനങ്ങളാണ്. ഇങ്ങനെ ഏതാനും പാട്ട വിമാനങ്ങൾ മാത്രമേ അഫ്ഗാനിസ്ഥാന് ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വളരെ നാമമാത്രമായ, വളരെ പൗരാണികമെന്ന് പോലും പറയാവുന്ന തരത്തിലുള്ള കാലഹരണപ്പെട്ടതെന്ന് പറയാവുന്ന വ്യോമ സംവിധാനമുള്ള അഫ്ഗാനിസ്ഥാൻ എങ്ങനെ പാകിസ്ഥാനെ ആക്രമിക്കും? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി ആക്രമിക്കണമെങ്കിൽ എവിടെ നിന്ന് ആക്രമിക്കും? ഇനി അതല്ല, ഇനി ഡ്രോണുകൾ വല്ലതുമാണോ ഉപയോഗിച്ചത്? ഡ്രോൺ ആക്രമണമാണ് നടത്തിയെങ്കിൽ എവിടുന്ന് ഡ്രോൺ കിട്ടും? ഇതാണിപ്പോൾ പരക്കെ ഉണ്ടാവുന്ന ഒരു സംശയം. അപ്പോൾ ഇതിന് രണ്ടിനുമുള്ള ഉത്തരം ആരും പറയുന്നില്ലെങ്കിലും ലോകത്തെ ഡിഫൻസ് മേഖല ശ്രദ്ധിക്കുന്ന ആളുകൾ വിരൽ ചൂണ്ടുന്നത് ഇന്ത്യക്ക് നേരെയാണ്. ഇതിനകത്ത് ഒരു കളി ഇപ്പോൾ ഇന്ത്യ കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം പൊതുവെ വരുന്നു. അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അമീർ ഖാൻ മുത്താഖി ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാന് വലിയൊരു താക്കീത് കൊടുത്തിട്ട് പറഞ്ഞു, അതായത് നിങ്ങൾ കളിക്കുന്ന സൂക്ഷിക്കണം, ഞങ്ങൾക്ക് സമാധാനമാണ് ഞങ്ങൾക്ക് താല്പര്യം, പക്ഷേ സമാധാനത്തിന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പണി പഠിപ്പിക്കും എന്ന് അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തു. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ വീഡിയോ ഒക്കെ പുറത്തു വരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ്റെ ആക്രമണത്തിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ ഓടുന്ന വീഡിയോ, ഒരുപാട് പട്ടാളക്കാരെ തടവുകാരായി പിടിച്ചിരിക്കുന്ന മുനീറിൻ്റെ ചോറ്റ് പട്ടാളത്തിലെ തടവുകാരായി പിടിച്ചിരിക്കുന്ന ചിത്രം വരുന്നു. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ പട്ടാളം എന്നൊക്കെയാണ് ഒരു പട്ടാളമാണ്. അഫ്ഗാനിസ്ഥാനിലെ ഇവർ താലിബാൻ എന്ന് പറഞ്ഞ ഒരു മത ഭീകര പ്രസ്ഥാനമെന്ന് പരക്കെ ആക്ഷേപിക്കപ്പെടുന്ന സ്വഭാവത്തിലുള്ള ഒരു സൈന്യമാണ്. അവർക്ക് ചാവാൻ ഒരു മടിയുമില്ല. പാകിസ്ഥാൻ പട്ടാളക്കാരൊക്കെ മരിക്കാൻ ഭയമുള്ളവരാണ്. ജീവിക്കാൻ വേണ്ടി പട്ടാളത്തിൽ ചേർന്നവരാണ്. പക്ഷെ മറ്റവർ മരിക്കാൻ വേണ്ടി പട്ടാളത്തിൽ ചേർന്നവരാണ്. കാരണം അവർക്ക് ഈ താലിബാന്റെ ആശയഗതിയോടൊന്നും നമുക്ക് യോജിപ്പില്ല. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും, അതിനുവേണ്ടി മരിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഒരു വ്യത്യസ്തമായ ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ പട്ടാളവും തീവ്രവാദികളെ നേരിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധിയാണ് ലോകത്തെമ്പാടും. ഈ തീവ്രവാദികളെ, ഇസ്ലാമിക തീവ്രവാദികളെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി, അവർ മരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നവർ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടണം, എന്നെ ഒന്ന് കൊന്നുതാ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഈ ഭീകര പ്രസ്ഥാനത്തിൽപ്പെട്ടവർ. അവരെ നേരിടുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം ഇപ്പോൾ അതല്ല. എങ്ങനെ അഫ്ഗാനിസ്ഥാന് ഒരു വ്യോമാക്രമണം നടത്താൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യക്ക് നേരെയാണ് കൈകൾ പലരും ചൂണ്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മുത്താഖി വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം പെട്ടെന്നൊരു സംഭവമുണ്ട്. ഇന്ത്യ 28 പറയുന്നുണ്ട്, 20 ആംബുലൻസുകൾ അഫ്ഗാനിസ്ഥാന് കൊടുത്തു. 20 ആംബുലൻസുകൾ കൊടുത്തപ്പോൾ ആ 20 ആംബുലൻസിനകത്ത് വേറെ എന്തുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതാണ്. നേരത്തെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലേ, ഈ മ്യാൻമറിലെ അരക്കൻ ആർമിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പൽ നിറയെ ഉരുളക്കിഴങ്ങ് അയച്ചു കൊടുത്തു. ഉരുളക്കിഴങ്ങ് അവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അരക്കൻ ആർമിയെ കാണുന്നത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ഇട്ട് ആധുനിക തോക്കുമൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. ബൂട്ടൊക്കെ ഇട്ട് അതുവരെ ഈ കീറച്ചാക്ക് പോലത്തെ ഉടുപ്പിട്ട് നടന്ന അരക്കൻ ആർമിയുടെ രൂപഭാവങ്ങൾ ഈ ഉരുളക്കിഴങ്ങ് കഴിച്ചപ്പോൾ മാറിയിരുന്നു. അതുപോലെ 20 ആംബുലൻസുകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയതിന് ശേഷം അഫ്ഗാൻ നല്ല കീച്ചാണ് പാകിസ്ഥാനിട്ട് കീച്ചത്. കീച്ചെന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ 200 പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നു എന്ന് പറയുന്നു. പാകിസ്ഥാൻ പക്ഷേ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ ഒരു 23 പേര് മരിച്ചിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ സമ്മതിച്ചു. 23 പേര് കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ സംഭവിച്ചു. അഫ്ഗാനിസ്ഥാൻ പറഞ്ഞ 200 എണ്ണത്തിനെ ഞങ്ങൾ തീർത്തു എന്നാണ് പറയുന്നത്. വീഡിയോ ഒക്കെ കാണുമ്പോൾ ഈ അവിടുത്തെ മുൻനിരയിൽ നിന്നുള്ള വീഡിയോകൾ കാണുമ്പോൾ പാകിസ്ഥാൻ പട്ടാളം ഓടുന്നു തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, പാകിസ്ഥാൻ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞിരിക്കുന്നു, അഫ്ഗാനിസ്ഥാൻ ചെയ്യുന്നത് മുസ്ലിം ഉമ്മത്തിനോടും ചരിത്രത്തോടുമുള്ള അനീതിയാണ്.
കാരണം നമ്മളെല്ലാം മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി നിൽക്കുന്നതല്ലേ. അപ്പം ഞങ്ങളെ കയറി ഇങ്ങനെ അടിക്കാമോ? ഇതാണ് അഫ്ഗാനിസ്ഥാനോട് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഇന്നലെ ചോദിച്ചിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ കാണിക്കുന്ന ആക്രമണം മുസ്ലിം ഉമ്മത്തിനോടും ഇസ്ലാമിക ചരിത്രത്തോടും ചെയ്യുന്ന അനീതിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ആംബുലൻസ് അവിടെ ചെന്നത്. അപ്പോൾ ഇപ്പോൾ സംശയം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇന്ത്യയുടെ പങ്ക് സംശയിക്കപ്പെടാനുള്ള കാരണം അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് നമുക്ക് മറ്റൊരു രാജ്യത്ത് ഒരു വ്യോമതാവളമുണ്ട്. ഒന്നല്ല രണ്ടുണ്ട്. ഇന്ത്യക്ക് അമേരിക്കയ്ക്ക് പലയിടത്തും വ്യോമതാവളമുള്ളത് നമുക്കറിയാമല്ലോ. സൈനിക താവളങ്ങൾ, എയർ ബേസുകളുണ്ട്, മിലിറ്ററി ബേസുകളുണ്ട്. അതുപോലെ ഇന്ത്യയും നമ്മുടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഉൾപ്പെടുന്ന മേഖലയിൽ നമ്മുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി 2 എയർ ബേസുകൾ തുടങ്ങിയിട്ടുണ്ട്. താജിക്കിസ്ഥാനിലാണ്. താജിക്കിസ്ഥാനിലെ ഫർഗോർ എയർ ബേസ്, പിന്നെ ഐനി എയർ ബേസ് എന്ന് പറഞ്ഞ 2 എയർ ബേസുകൾ നമുക്കുണ്ട്. ഈ 2ൽ നിന്നും ഒരു വിമാനം പറന്നുയർന്നാൽ ലാഹോറിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ സംശയം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഐനി എയർബേസിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട് ഒരു വിമാനം പറന്നു പോയിട്ടുണ്ടോ? ഇന്ത്യൻ വിമാനമോ അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഈ പറയുന്ന ഒരു MiG-21 പോലെയുള്ള ഒരു വിമാനമോ അല്ലോ ഇവിടെ വന്നിട്ട് പറപ്പിക്കാനൊന്നും താലിബാൻ അറിയാൻ വയ്യ. അവർക്ക് ഈ വിമാനം കാരണം അമേരിക്ക ഇട്ടിട്ട് പോകുമ്പോൾ കുറേ വിമാനങ്ങളും 100 കണക്കിന് ട്രക്കുകളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ടാങ്കുകൾ വരെ ഉപേക്ഷിച്ചിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ താലിബാൻ അറിയില്ല. എല്ലാവരും വിമാനത്തിൽ ചിറകിലൊക്കെ കയറി വിമാനത്തിൽ ചിറകിലൊക്കെ കയറി ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുകയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി അഫ്ഗാനിസ്ഥാൻ്റെ ഏതെങ്കിലും ഒരു വിമാനം ഈ താജിക്കിസ്ഥാനിലെ ഇന്ത്യയുടെ 2 എയർബേസുകളിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരുപക്ഷെ ഒരു ഇന്ത്യൻ പൈലറ്റ് കൂടെ പോയി ഒരാക്രമണം പാകിസ്ഥാനിൽ നടത്തിയിരിക്കാമോ? ഇതൊക്കെ ഇത് വിക്രമാദിത്യൻ വേതാളത്തിനോട് ചോദിച്ച പോലെയുള്ള വിക്രമാദിത്യനും വേതാളം തമ്മിലുള്ള സംവാദമില്ലേ, അതുപോലത്തെ ഒരു ചോദ്യം ഉത്തരം ആരും പറയില്ല. കാരണം വേതാളം വന്ന് ചോദിക്കുകയാണ്, എങ്ങനെ അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാനെ വ്യോമാക്രമണം നടത്താൻ കഴിഞ്ഞു? അവർക്ക് വിമാനമില്ല, ഡ്രോണില്ല. അപ്പോൾ എവിടുന്ന് കിട്ടി? ആംബുലൻസിൽ കയറിയിട്ട് ഡ്രോണുകൾ അഫ്ഗാനിസ്ഥാനിൽ ചെന്നോ? അല്ലെങ്കിൽ താജിക്കിസ്ഥാനിലുള്ള നമ്മുടെ ഫർഗോർ എയർബേസ് അല്ലെങ്കിൽ ഐനി എയർബേസ് തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ അഫ്ഗാനിസ്ഥാന് വേണ്ടി? ഈ 2 ചോദ്യങ്ങൾ ഇപ്പോൾ പരക്കെ ഉയരുന്നുണ്ട്. ഏതായാലും ഒന്നുറപ്പാണ്, പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കനത്ത ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ഡ്രോണുകൾ പറന്നു പോകുന്നത് പോലെയുള്ള ഒരു ചിത്രം, അല്ലെങ്കിൽ വിമാനത്തിൽ നിന്നുള്ള ആക്രമണം പോലെയുള്ള പ്രകാശധാരകളുമായി നടത്തുന്ന ആക്രമണത്തിൻ്റെ വീഡിയോ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എങ്ങനെ അഫ്ഗാനിസ്ഥാന് ഈ പറയുന്നത് പോലെ പാകിസ്ഥാനെ ആക്രമിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിച്ചാൽ, വേതാളത്തിൻ്റെ ചോദ്യത്തിന് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു എന്നതുപോലെ ഇപ്പോൾ ആരും മറുപടി പറയാൻ പോകുന്നില്ല. ഏതായാലും ഉത്തരം കിട്ടാതെ തന്നെ വേതാളം വീണ്ടും മരത്തിലേക്ക് പോയി കിടക്കേണ്ടി വരും. പക്ഷേ ഈ പതുക്കെ ആളുകൾ മർമർ ചെയ്യുന്നുണ്ട്, വെറുതെയല്ല മുത്താക്കി ഇവിടെ വന്നിരിക്കുന്നത് ചില ഡീലുകളൊക്കെ ആയിട്ടാണ്. മുത്താക്കിക്ക് ഇപ്പോൾ ഒരു ആവശ്യമുണ്ട്. മുത്താക്കി പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ നമുക്ക് അഫ്ഗാനിസ്ഥാനെ ഐക്യരാഷ്ട്ര സംഘടന താലിബാൻ സർക്കാരിനെ അംഗീകരിക്കാത്തത് കൊണ്ട് ടെക്നിക്കൽ മിഷൻ മാത്രമാണ് നമുക്ക് അവിടെയുള്ളത്. അതൊരു പൂർണ്ണ തോതിലുള്ള ഇന്ത്യയുടെ എംബസി അവിടെ തുടങ്ങണം എന്നൊരു നിർദ്ദേശം അഫ്ഗാനിസ്ഥാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് തത്വത്തിൽ സമ്മതിക്കുമെന്ന് തോന്നുന്നു. കാരണം അഫ്ഗാനിസ്ഥാൻ എംബസി ഇപ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കാത്തത് കൊണ്ട് പഴയ അഫ്ഗാൻ്റെ കൊടിയാണ് ഇപ്പോഴും അവിടെ കെട്ടിയിരിക്കുന്നത്. നമ്മളും ഇവരെ ഔദ്യോഗികമായി അംഗീകരിക്കാത്തത് കൊണ്ട് ജയശങ്കറുമായിട്ട് അമീർ ഖാൻ മുത്താഖി സംസാരിക്കുമ്പോൾ 2 രാജ്യങ്ങളുടെയും കൊടി വെച്ചിരുന്നില്ല. അതിനുശേഷം ഒറ്റയ്ക്ക് ഈ മുത്താഖി സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ടേബിൾ ടോപ്പ് കൊടി ഫ്ലാഗ് അയാളുടെ മുന്നിൽ വെച്ചാണ് സംസാരിച്ചത്. അപ്പോൾ അതിലൂടെ ചില സൂചനകളുണ്ട്. നമ്മൾ പതുക്കെ ഒരു എംബസി അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ തുടങ്ങിയാൽ എന്താണ് കുഴപ്പം? നമ്മൾ അവരെ ചേർത്ത് നിർത്തി. ഇന്ത്യക്ക് ഒരുപാട് താല്പര്യമുണ്ട്. താല്പര്യം എന്ന് പറഞ്ഞാൽ പാക് അധിനിവേശ കാശ്മീരിനെ സംബന്ധിച്ച് മുത്താഖി വളരെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ഈ പറഞ്ഞതുപോലെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷമാണ് ഈ വ്യോമാക്രമണത്തിൻ്റെ വാർത്ത വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റിൽ ഇന്നലെ മുത്താഖി പറഞ്ഞിരിക്കുന്നു, പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടേതാണ്. മുമ്പും പറഞ്ഞല്ലേ, നിങ്ങളൊന്ന് സഹായിച്ചാൽ ഞങ്ങളിത് പിടിച്ചെടുത്ത് തരാം. അത് മുമ്പ് പറഞ്ഞിരുന്നു. നിങ്ങൾ വിചാരിച്ചാൽ മതി, വേണേൽ നമ്മൾ പിടിച്ച് കയ്യിലോട്ട് തരാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഔദ്യോഗികമായി ലോകത്ത് താലിബാന്റെ ഒരു വിദേശകാര്യമന്ത്രി ഇസ്ലാമിക രാജ്യമല്ലാത്ത ഖത്തറും ദുബായിയുമല്ല, മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങളുമല്ലാതെ സന്ദർശിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യം, ഏക ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഔദ്യോഗികമായി സ്വീകരണമെല്ലാം കൊടുത്ത് നമ്മുടെ പരിപാടികളുമൊക്കെ പങ്കെടുപ്പിച്ച് നമ്മൾ അവർക്ക് ഉദാരമായ സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ്, പാകിസ്ഥാനെ ഞങ്ങൾ ഇനിയും അടിക്കും എന്ന് പറയുകയും അതോടൊപ്പം POK എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണെന്ന് അസന്നിഗ്ധമായി അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അഫ്ഗാനിസ്ഥാന് ആംബുലൻസുകൾ പോയതും ഈ പറയുന്ന പോലെ
ഒരു വ്യോമാക്രമണം, വിമാനമോ ഡ്രോണോ ഉപയോഗിച്ചുള്ള ആക്രമണം അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാനിലേക്ക് ഉണ്ടായിരിക്കുന്നു. നമ്മൾ ലോകത്തൊന്നും സൗജന്യമില്ല സിനോ, ഒരു സാധനവും സൗജന്യമായിട്ടില്ല. നമുക്ക് ആരെങ്കിലും സൗജന്യമായിട്ട് തരുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കും, ഒന്നെങ്കിലും നമ്മുടെ ഡാറ്റയെങ്കിലും എടുക്കും, അല്ലേ? ഒന്നും സൗജന്യമില്ല. അപ്പോൾ നമ്മൾ സൗജന്യമായിട്ട് നമ്മൾ 50,000 മെട്രിക് ടൺ ഗോതമ്പ് കൊടുത്തിട്ട് കഷ്ടിച്ച് 1 മാസമായുള്ളൂ. നമ്മൾ കമ്പിളിപ്പുതപ്പുകൾ കൊടുത്തിരുന്നു. നമ്മളെന്ത് ചെയ്തു? ഇപ്പോൾ 20 ആംബുലൻസുകൾ കൊടുത്തിട്ടുണ്ട്. അഫ്ഗാനിൻ്റെ നിർമ്മാണ പ്രവർത്തന ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നമ്മൾ ഡാമുകൾ നിർമ്മിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ത്യക്ക് എന്താ തിരിച്ചു കിട്ടുക? ഇന്ത്യക്ക് തിരിച്ചു എന്തെങ്കിലും കിട്ടണം. കാരണം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ POKയും അഫ്ഗാനിസ്ഥാനുമായിട്ട് 106 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് നമ്മൾ CAA നടപ്പാക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടാൻ വ്യവസ്ഥ ഉണ്ടാക്കി. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചു, അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് ഇന്ത്യയുടെ അയൽ രാജ്യമാകുന്നത്? വളരെ ദൂരെയല്ലേ, നമ്മുമായിട്ട് ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശ് പോലെയോ നേപ്പാൾ പോലെയോ പാകിസ്ഥാൻ പോലെയോ അല്ല അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിലുള്ളവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നു ചോദിക്കുമ്പോൾ നമ്മുടെ മറുപടി POK നമ്മുടെയാണെന്നേ. POK നമ്മുടെ ആയതുകൊണ്ട് POKയുടെ അപ്പുറത്ത് കിടക്കുന്ന രാജ്യം നമ്മുടെ അയൽ രാജ്യമാണ്. അപ്പോൾ POKയുടെ 106 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ നമുക്ക് അവിടെ നമ്മളും പാകിസ്ഥാനുമായി ഇപ്പുറത്തെ ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാനുമായൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു വാർ ഫ്രണ്ട് തുറന്നു കിട്ടാൻ ആരെ ആവശ്യമുണ്ട്? അഫ്ഗാനിസ്ഥാനെ ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ അപ്പുറത്തൊരു ഇന്ത്യ കൂടെ ഉണ്ടെന്നാണ്. അപ്പുറത്തൊരു ഇന്ത്യ കൂടിയുണ്ട്. എക്സാക്ട്ലി, അതാണ് കൃത്യമായ അപ്പുറത്തൊരു ഇന്ത്യ കൂടിയുണ്ട്. അപ്പോൾ ഏതായാലും ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഇന്നൊന്നും തീരാൻ പോകുന്നില്ല. കാരണം 1893 ഡുറാൻഡ് ലൈൻ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്ന ഒരു ഒരു സാങ്കല്പിക രേഖ ബ്രിട്ടീഷുകാർ വരച്ചിരുന്നു. അതേ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ അന്നു മുതലേ തർക്കത്തിലാണ്. പക്ഷെ അന്ന് പാകിസ്ഥാനെ ഇന്ത്യ ഉൾപ്പെടെ ഇന്നത്തെ പാകിസ്ഥാൻ ഇന്ത്യയും അഫ്ഗാനിനെയും വേർതിരിക്കുന്ന ലൈൻ ഡുറാൻഡ് ലൈൻ. പിന്നീട് അത് പാകിസ്ഥാനുമായിട്ട് പോയി, നമ്മളുമായിട്ട് ബന്ധമില്ല. പക്ഷെ അന്നു മുതലേ അഫ്ഗാൻ പറയുന്നുണ്ട് ഈ പഷ്തൂൺ മേഖല ഞങ്ങളുടെയാണ്, അവിടുത്തെ ജനങ്ങൾ ഞങ്ങളുടെയാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ ഒരു പഷ്തൂൺ ഖാൻ, ഇത് പഷ്തൂൺസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം ഉണ്ടാവുകയെങ്കിൽ, കാരണം അപ്പുറത്ത് കിടക്കുന്ന മുഴുവൻ ഞങ്ങളുടെ ജനങ്ങളാണ്, അതുകൊണ്ട് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് അന്ന് മുതൽ അഫ്ഗാൻ്റെ നിലപാട്. ഈ അഫ്ഗാൻ അന്ന് രാജഭരണമായിരുന്ന കാലം മുതലുള്ള കാരണമാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ജനാധിപത്യം വന്നു, അതിനുശേഷം താലിബാൻ വന്നപ്പോഴും ഈ പറയുന്ന പോലെ അഫ്ഗാൻ ആവശ്യപ്പെടുന്ന ഡുറാൻഡ് രേഖ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. പഷ്തൂൺ മേഖല എന്ന് പറയുന്നത് അഫ്ഗാൻ്റെയാണ്. അവിടുത്തെ ജനങ്ങളും അഫ്ഗാൻ്റെ കൂടെ പോകാൻ അല്ലെങ്കിൽ പഷ്തൂൺ സ്ഥാൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏതായാലും ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊരു നയം നമുക്കുണ്ട്. കാരണം വലിയ തോതിലുള്ള അതിർത്തി പ്രശ്നം ഇപ്പോൾ അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുണ്ടാവുന്നു. ഇത് മാത്രമല്ല, ലാഹോറിലൊക്കെ വലിയ കലാപം നടക്കുന്നു. ലാഹോറിൽ അമേരിക്കൻ എംബസിക്ക് നേരെ ആയിരക്കണക്കിന് ആളുകൾ മാർച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു. അവർ കയ്യിൽ കിട്ടിയ കമ്പും കല്ലും ഒക്കെ എടുത്തുകൊണ്ട് അമേരിക്കൻ എംബസി ആക്രമിക്കാൻ പോവുകയാണ്. കാരണം ഇസ്രയേലിന് പാകിസ്ഥാൻ പിന്തുണ കൊടുത്തിരിക്കുന്നു. അസിം മുനീർ അമേരിക്കയ്ക്ക് വശംവദനായിട്ട് ഇസ്രയേൽ അനുകൂല നിലപാടെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, ഈ പലസ്തീൻ അനുകൂലവാദികളും ഇപ്പോൾ അസിം മുനീറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വല്ലാതെ BLAയുടെ പ്രശ്നം, TTPയുടെ പ്രശ്നം, ഈ അഫ്ഗാൻ്റെ പ്രശ്നം, ഈ പലസ്തീൻവാദികളുടെ പ്രശ്നം എല്ലാം കൂടെ വല്ലാത്തൊരു സംഘർഷാവസ്ഥയിൽ ഇപ്പോഴേക്ക് പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. ഏതായാലും ഉത്തരം ഇനിയും കിട്ടേണ്ടിയിരിക്കുന്നു. എങ്ങനെ വിമാനങ്ങളില്ലാത്ത, ഡ്രോണുകളില്ലാത്ത അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് ഒരു വ്യോമാക്രമണം നടത്തി എന്നതിൻ്റെ ഉത്തരം അറിയാവുന്ന കുറച്ച് പേര് നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ ഒരാളുടെ പേര് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് അമിത്ഷാ എന്നാണ്, മൂന്നാമത്തെ ആളുടെ പേര് രാജ്നാഥ് സിംഗ് എന്നാണ്. ഇതെല്ലാം കണ്ടിട്ട് ഇവർ 3 പേരും ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് ചിരിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ പേര് അജിത് ഡോവൽ എന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.